ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മളെ ഈ കിൽ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ മാറ്റിയിട്ട് സൂപ്പർ ബൈക്കിൻ്റെ സ്വിച്ചസ് പോലെയുള്ള മറ്റേ പുൾ ഡൗൺ സ്വിച്ചിന് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ളത് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഫിറ്റിങ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്വിച്ച് ഏതാ ഞാൻ ആദ്യം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്വിച്ച് നമ്മൾ വെക്കാൻ പോകുന്നത്. കണ്ടോ, ഇത് ഇഗ്നിഷൻ ഓഫ്, ഇത് ഇഗ്നിഷൻ ഓൺ. ഇത് നമ്മൾ സെൽഫ് ബട്ടൺ വെക്കുന്നില്ലേ, ഇത് പുഷ് ചെയ്യുന്നത് അതിനെ കണക്കാന്ന്. ഇപ്പോൾ ഇത് അതിന് തുല്യമാണ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, പുൾ ഡൗൺ. അപ്പോൾ ഇതാണ് കിൽ സ്വിച്ച്. ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കരുതിയത്, വാങ്ങുന്നവരെ കരുതിയത് ഇതൊരു ഫ്ലാഷ് നമ്മൾ പാസ് ചെയ്യുന്ന പോലത്തെ, അതായത് ഇങ്ങനെ നമ്മൾ ഹെഡ്ലൈറ്റ് പാസ് ചെയ്യില്ലേ അതിൻ്റെ സ്വിച്ചാണെന്നാണ് ഞാൻ കരുതിയത് കൈ കിട്ടുന്നവരെ. പിന്നെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രസ്സിൽ ലൈറ്റ് ഓണും ഒരു സ്വിച്ചിൽ ലൈറ്റ് ഓഫും, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമുക്കിത് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ആക്കി യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസാർഡ് ഓൺ ഹസാർഡ് ഓഫ്, അതാണ് ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്വിച്ച്. ആഫ്റ്റർ മാർക്കറ്റ് സൂപ്പർ ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ സ്വിച്ച്. സൂപ്പർ ബൈക്കിനൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. ഡുഗാട്ടി, പിന്നെ നമ്മളെ MT-09 ഏതൊരു വേർഷൻ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷന് തൊട്ടും മുന്നേയുള്ള വേർഷനാറ്റം ഇങ്ങനത്തെയാണ് ഇഗ്നിഷൻ വരുന്നത്. ഏത് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇങ്ങനെ വലിയൊരു ഐ വരുന്നുണ്ട് നമ്മളെ MT-09, ആ ഒരു വേരിയൻറ്റിനൊക്കെ ഇങ്ങനത്തെ ഫുൾ സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സ്വിച്ചാണിത്. അപ്പോൾ ഈ സ്വിച്ച് എങ്ങനെ നമുക്ക് ഈ സ്വിച്ച് റീപ്ലേസ് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ വയറിങ് ഏതാണെന്ന് മനസ്സിലാക്കാൻ എന്താ വേണ്ടത് വെച്ചാൽ, ഇതിൻ്റെ കണക്ഷൻ പോകുന്നത് നോക്കുക. ഇതിൻ്റെ കണക്ഷൻ പോകുന്നത് നോക്കിയിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ അനങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെത്. കണ്ടോ, ഈ 4 വയർ വരുന്ന ബ്ലാക്ക്, ഇതാണ് ഇതിൻ്റെ കപ്ലർ. അപ്പോൾ ഇത് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്ക്രൂ അഴിച്ചിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കുക. ഇത് 2 സ്ക്രൂ ആണ് MTക്കുള്ളത്. ഈ 2 സ്ക്രൂ ഊരിയാൽ നമുക്ക് ഈ പീസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഉരി വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ വയറിങ് മാറ്റിയിട്ട് നമ്മളെ പുതിയ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മളെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ കപ്ലറിൻ്റെ കണക്ഷൻ നമ്മളെ പുതിയ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഈ കപ്ലർ ടു കപ്ലർ കണക്ഷൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താ വേണ്ടത് വെച്ചാൽ, നമ്മൾ മറ്റേതിൻ്റെ കളർ കോഡൊക്കെ നമ്മൾ നോക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്തതിന് ആ പരിപാടിയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്യുക. കപ്ലറിൻ്റെ ഏകദേശം ഒരു 8-9 സെൻറ്റിമീറ്റർ ശേഷം നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുക ഈ കപ്ലർ മാത്രമാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചോക്ക് സ്വിച്ചിൽ നിന്ന് നമ്മൾ ഈ കപ്ലർ മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് റിമൂവ് ചെയ്തെടുത്ത ശേഷം പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് കുറച്ച് വയർ എടുക്കുക. അപ്പോൾ നമ്മളിനി വന്ന വേണ്ടി വെച്ചാൽ, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റാക്കി വാങ്ങിയ സ്വിച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുപോലെ കപ്ലർ റിമൂവ് ചെയ്ത് കളയണം. ഞാൻ എടുത്തിട്ട് തരാം, കാണിച്ചു തരാം. ആണ് എൻ്റെ കപ്ലർ, കണ്ടോ. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ കപ്ലർ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഏകദേശം ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വെച്ച് നിന്ന് കട്ട് ചെയ്തു. ഈ കപ്ലർ എടുക്കുന്ന റിമൂവ് ചെയ്ത് കളഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ വയർ കുറച്ച് ചെത്തി എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഏതെല്ലാം കണക്ഷനും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്വിച്ചിൻ്റെ അല്ലേ, ഈ വാങ്ങിയ ആഫ്റ്റർ മാർക്ക് സ്വിച്ചിൻ്റെ ഈ റിമൂവ് ചെയ്യുക. ഞാൻ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വയറിങ് എങ്ങനെ വരുന്നത് വെച്ചാൽ, ഈ സ്വിച്ചിന് ടോട്ടലായിട്ട് വരുന്നത് 8 വയറാണ്. 2, 4, 6, 8. കണ്ടോ, ഇതിൻ്റെ അകത്ത് 2 എണ്ണം നമ്മളെ ഈ സ്വിച്ച് ഈ ഹസാർഡിൻ്റെ വയറാണ്. 2 എണ്ണം ഈ സ്വിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ഓഫിൻ്റെ ബട്ടണാണ്. പിന്നെ പിന്നിൽ 4 എണ്ണം ഏതിൻ്റെ വെച്ചാൽ, ഒന്ന് ഇഗ്നിഷൻ്റെ, ഒന്ന് ഇഗ്നിഷൻ ഓണിൻ്റെ, പിന്നെ ഇഗ്നിഷൻ കൊടുക്കുന്നതിൻ്റെ. മനസ്സിലായില്ലേ, കിൽ സ്വിച്ച് അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഞാൻ ഈ 8 വയർ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വയറിങ് എങ്ങനെ കണക്ഷൻ വരുന്നത് വെച്ചാൽ, ഈ ബ്ലൂ, ബ്ലാക്ക്, റെഡ് വൈറ്റ്, ഇത് 4ആണ് നമ്മളെ കിൽ സ്വിച്ചിൻ്റെ കണക്ഷൻ്റെ വയറിങ്. മനസ്സിലായോ. ബാക്കി ഈ ബ്ലൂവും യെല്ലോവും ആണ് നമ്മളെ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ. ഇതിൻ്റെതാണ് ആ ബ്ലൂ ആൻഡ് യെല്ലോ.
ഈ ബ്ലൂ ആൻഡ് യെല്ലോ ആണ് അതിൻ്റെത്. പിന്നെ ഈ ഹസാഡിൻ്റെ കണക്ഷൻ പറഞ്ഞു. ഈ ഹസാഡിൻ്റെ കണക്ഷൻ്റെ വയറാണ് ഇത്. ബാക്കി വരുന്ന 2 വയർ കണ്ടോ, ഈ ഗ്രേയും ഓറഞ്ചും, ഇത് രണ്ടുമാണ് നമ്മളെ ഹസാഡിൻ്റെ വയർ. ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ 8 വയർ വരുന്നത് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇനി കണക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 4 നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളതും ഈ 4 കണക്ഷനാണ്. കണ്ടോ, ഈ 4 കണക്ഷനാണ് സ്റ്റോക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കളർ കോഡ് കണക്കാക്കിയിട്ട് ഇനി നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് സ്വിച്ചിൻ്റെ കണക്ഷനിലേക്ക് കപ്ലർ കണക്ഷൻ കൊടുക്കും. അത് ഞാൻ എങ്ങനെ കളർ എന്ന് പറഞ്ഞുതരാം. MTൻ്റെ കേസിൽ എങ്ങനെ വയറിങ് വരുന്നത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ MTൻ്റെ ഒരു ബ്രൗൺ വയറുണ്ടാവും സ്റ്റോക്ക് കണ്ടോ. ആ ബ്രൗൺ വയറിന് നമ്മളെ ഈ സ്വിച്ചിൻ്റെ വയറായ റെഡ് ആൻഡ് ബ്ലാക്ക്, ഫുൾ റെഡിൽ ബ്ലാക്ക് ലൈന് വരുന്നത്, അത് കണക്ഷൻ കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്കിൽ ഗ്രീൻ വയറുണ്ടാവും, ഗ്രീൻ ആൻഡ് വൈറ്റ് കണ്ടോ. അപ്പോൾ അതിനെങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ ഗ്രീൻ ആൻഡ് വൈറ്റിന് നമ്മളെ ബ്ലാക്ക് കണക്ഷൻ കൊടുക്കുക. പിന്നിലെന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോക്കിൻ്റെ അകത്ത് റെഡ് ആൻഡ് വൈറ്റ് ഉണ്ടാവും, റെഡിൽ വൈറ്റ് സ്ട്രിപ്പ്, അത് നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് സ്വിച്ചിൽ വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് തന്നെ, ആ കണക്ഷൻ കൊടുക്കുക. പിന്നെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ നല്ലൊരു ഗ്രീൻ പോലത്തെ, ഗ്രീൻ ഓർ ബ്ലൂ മിക്സ് ആയിട്ടില്ലേ ഇളം കളർ, അതിന് എന്ന് വെച്ചാൽ റെഡിൽ ബ്ലാക്ക് ലൈൻ ഉള്ളത്. ഈ 4 കണക്ഷൻ കൊടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻ. ബാക്കി വരുന്ന 4 വയറിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്വിച്ചിൻ്റെതും പിന്നെ ഈ ഹസാഡിൻ്റെയാണ്. അത് ഞാൻ ഫിറ്റാക്കിയതിന് ശേഷം പറഞ്ഞുതരാം. കണക്ഷൻ ഞാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. കണക്ഷൻ അല്ല അതിൻ്റെ ആവശ്യങ്ങൾ ഞാൻ എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്കിത് നല്ല ഹീറ്റ് സ്ലീവ് അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ ഗം ചെയ്ത് ഒട്ടിച്ചിട്ട് സീൽ ചെയ്യണം. എന്നാലേ ഇത് വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് സേഫ് ആക്കണം. അപ്പോൾ അടുത്തത് നമുക്ക് അത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് സ്ലീവ് വെച്ചിട്ട് നല്ല രീതിയിൽ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹീറ്റ് സ്ലീവ് ഇല്ലെങ്കിൽ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് സീൽ ചെയ്താലും മതി നല്ല രീതിയിൽ. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇൻസുലേഷൻ ചെയ്യുന്നുണ്ട്. ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടൊന്ന് മൊത്തം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കവർ കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം ബാക്കി. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഇവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ പറഞ്ഞോ അറിയില്ല. ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഈ സ്ക്രൂ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ 2 സ്ക്രൂവേ ഉള്ളൂ, ഇവിടെയും ഈ 2 സ്ക്രൂ ഇട്ടാൽ ഇത് ടൈറ്റ് ആവും, സ്വിച്ച് പ്രോപ്പറാണ്. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ഈ വയറിങ് കിറ്റ് നമുക്ക് ഇവിടെ കിട്ടണം. നമ്മൾ ഇതുവഴി വയർ എടുക്കുക അപ്പുറത്തേക്ക്. ഇനി നമുക്ക് പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഈ കപ്പിളറിലേക്ക് കണക്ഷൻ കൊടുക്കാം, നമ്മൾ സ്റ്റോക്ക് കപ്പിളറിലേക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബാക്കി വരുന്ന മറ്റേ നമ്മളെ സ്വിച്ച്, ഈ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ചും ഈ ഹസാർഡ് സ്വിച്ചിൻ്റെ കണക്ഷൻസാണ് ഈ ബാക്കി 2 എണ്ണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ഇഗ്നിഷൻ വർക്കാകുന്നുണ്ടോ നോക്കാം. നമ്മളിപ്പം ചെയ്ത ശേഷം നമുക്ക് ഇഗ്നിഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ചാവി എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കപ്ലറിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കാണിച്ചില്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാ വെച്ചാൽ ഇത് ഇഗ്നിഷൻ ഓൺ, അതായത് നമ്മൾ മറ്റേ സ്വിച്ചിൽ നമ്മൾ ഈ റെഡ് ബട്ടൺ ഓൺ ചെയ്യില്ലേ, അതാണ് അതിൻ്റെ ഫംഗ്ഷനാണ് ഇത്. ഇതിലത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ താഴത്തെ, കണ്ടോ. അപ്പോൾ പ്രോപ്പർ വർക്കിംഗ് ആണ്. ഇതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മുകളിലേക്ക് പുഷ് ചെയ്താൽ നമ്മൾ വണ്ടി ഓഫ് ആവും, അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അതായത് ഇതിനൊരു പുൾ ബട്ടൺ ഫംഗ്ഷനാണ്, കണ്ടോ, അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു ഫുൾ സ്വിച്ച് എന്നാണ്, ഇഗ്നിഷൻ ഫുൾ സ്വിച്ച്, അങ്ങനെ എന്തോ അതിൻ്റെ പേര്, ഫുൾ സ്വിച്ച് എന്നായിട്ടാണ് ഇതിന് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ്. അപ്പോൾ ഇനി ഞാൻ നമ്മളെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫിൻ്റെ കണക്ഷൻ കൊടുക്കണം, അത് കാണിച്ചു തരാം. പിന്നെ ഹസാഡിൻ്റെയും, അത് രണ്ടും ഞാൻ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ, ഇത് ഹസാഡിൻ്റെ.
അപ്പോൾ രണ്ടിനും കണക്ഷൻ കൊടുക്കണം. ചെയ്തിട്ട് ബാക്കി വരാം. അപ്പോൾ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. മുകളിലത്തെ മുന്നിലത്തെ കവറൊക്കെ ഇട്ട് എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആയി. മറ്റേ നമ്മൾ ഹസാഡിൻ്റെയും ഹെഡ്ലൈൻ്റെയും കണക്ഷനൊക്കെ കൊടുത്തു. ഞാൻ കാണിച്ചു തരാം. പ്രോപ്പർ വർക്കിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 സിനിമാറ്റിക് ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക്. ഇപ്പം വെളിച്ചം കുറഞ്ഞു. എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും വീഡിയോ എടുത്ത് തീരുമ്പോഴത്തേക്ക് വെളിച്ചം പോകും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിച്ചാൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരും. ഇല്ലെങ്കിൽ ഒരു കണ്ടൻറ് ആക്കാനുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു വലിയൊരു കണ്ടൻറ് ആക്കി ഇടാം, അല്ലെങ്കിൽ ഞാൻ ഒരു ഷോർട്സ് ആക്കി ഇടാം. മുന്നേ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ട് കണ്ടിട്ട് ഞാൻ 2-3 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ചാനലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇനി ഞാനൊരു വീഡിയോ ചെയ്യാം, എൻ്റെ ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം, എന്തൊക്കെ ഈ വണ്ടി ചെയ്തിട്ടുണ്ട്, ചില എന്തെല്ലോ കസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു മെയിൻ വീഡിയോ ഇടാം. ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം വണ്ടീനെ പറ്റി മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അതിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ കമൻറ്റിൽ ഞാൻ എന്തുണ്ടെങ്കിലും ചോദിക്കാൻ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്തുതരാം. അപ്പോൾ അങ്ങനെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത ഞാൻ മേ ബി വരിക. അപ്പോൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു ഷോർട്സ് ആക്കിയിട്ട് കാണുന്നവരേക്കും ബൈ.